ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മാഗി നൂഡിൽസ് കൊണ്ട് വളരെ ടേസ്റ്റിയോടെയും ഹെൽത്തി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി നൂഡിൽസാണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണാം, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അൺലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, തിളപ്പിക്കുക, അതിനകത്ത് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അത്രയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ മാഗിയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3 പീസ് ഫുൾ വലിയൊരു ഇതാണ്, പക്ഷെ ഞാൻ അതിന് 3 പീസ് എടുത്തിട്ടുള്ളൂ. അതിതുപോലെ സോക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ഫുള്ള് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സബോള അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഈ നൂഡിൽസ് വെള്ളത്തിൽ കിടന്നിട്ട് കുക്കായിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം, നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലൊരു പച്ചവെള്ളത്തിൽ ഞാൻ ഇങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അധികം വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് നൂഡിൽസ് കഴിക്കുമ്പം ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുട്ടയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയുടെ പൊടി ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാഗി വാങ്ങുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചാറ്റ് മസാല ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിയ പാക്കറ്റിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 3 പാക്കറ്റാണ് ഇതുപോലത്തെ കുഞ്ഞ് സാഷയാണ് ഞാൻ ഇതിനകത്ത് പൊട്ടിച്ചിടുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന്, കാരണം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, മുട്ടൊക്കെ, അപ്പോൾ ആ ഒരു ഫ്ലേവർ മുന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നൂഡിൽസ് ഓൾറെഡി കുക്കായതല്ലേ, പിന്നെ ഇതെല്ലാം കുക്കായി കഴിഞ്ഞു വെജിറ്റബിളൊക്കെ. എന്നിട്ട് നന്നായിട്ട് അത് ഉടയാതെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ഡിഷാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് കഴിക്കുമ്പം അതിന് വേറൊരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷാണ്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.